അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹിക്ക് ശേഷം ഈ ദിക്ർ 7 വട്ടം പതിവാക്കിയാൽ നടക്കില്ല എന്ന് ഉറപ്പിച്ച കാര്യം അത് റബ്ബ് നടത്തിത്തരും. സമ്പത്ത് അധികരിക്കുകയും രോഗങ്ങൾ മാറിക്കിട്ടുകയും കച്ചവടം, ജോലി ബർക്കത്തുണ്ടാവുകയും ചെയ്യുന്ന അത്ഭുതകരമായ മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഈ ദിക്ർ സുബ്ഹിക്ക് നാം ചൊല്ലണം. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇപ്പോൾ സുബ്ഹി കഴിഞ്ഞെങ്കിൽ നാളെ മുതൽ നമുക്ക് ഇത് തുടങ്ങാവുന്നതാണ്. നാളെ ഇപ്പോൾ ബുധനാഴ്ചയും കൂടിയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു തുടക്കം കുറിച്ച് ഇത് പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തികമായ പുരോഗതി, കച്ചവടം, അതുപോലെ ജോലിയിലൊക്കെ ബർക്കത്ത്, മാരകമായ രോഗങ്ങളെ കൊണ്ട് പിടിപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മുടെ സ്വലാത്ത് മജ്‌ലിസിലേക്ക് വന്നാൽ കൂടുതൽ ആളുകൾ ദ്വാരക്കാൻ വേണ്ടി സംഭാവന നൽകുന്നത് രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ, നമ്മുടെ കുടുംബങ്ങളെ എല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. രോഗങ്ങൾ വന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവർ, രോഗത്തിൻ്റെ അടിമയായാൽ അത് വല്ലാത്തൊരവസ്ഥയാണ്. അള്ളാഹു മരണം വരെ ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യം നമ്മിൽപ്പെട്ട ഓരോരുത്തർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് അടിച്ച് തന്നെ ഇത് കേൾക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കാരണം നാം ഈ ദിക്റുകൾ പതിവാക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിസ്കാരം അവ്വൽ വക്തിൽ തന്നെ നിസ്കരിക്കുക. പ്രത്യേകിച്ച് സുബ്ഹി നമസ്കാരം നാം ഖളാക്കാൻ പാടില്ല. സുബ്ഹിക്ക് നാം എഴുന്നേറ്റ് സുബ്ഹി നമസ്കാരം അതിൻ്റെ സമയത്ത് തന്നെ അതായി തന്നെ കഴിയുമെങ്കിൽ ഇമാം ജമാഅത്തായി തന്നെ വീട്ടിൽ നിസ്കരിക്കുന്ന സഹോദരിമാർക്ക് അങ്ങനെ നിസ്കരിക്കാവുന്നതാണ്. സഹോദരന്മാർ പള്ളിയിൽ വരികയാണെങ്കിൽ നല്ലതാണ്. പള്ളിയിൽ വന്ന് അതേ സ്ഥലത്ത് നാം ഇരിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് ഒരുപാട് പ്രതിഫലം നൽകുകയാണ്. അതേ സ്ഥലത്തിരുന്നു കൊണ്ടും നമുക്ക് ഈ 7 വട്ടം ഈ 9 കാര്യം നമുക്ക് ചെല്ലാവുന്നതാണ്. ഇത് നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു 2 പ്രാവശ്യം നാം ഇത് പതിവാക്കിയാൽ പിന്നെ നിരന്തരമായി നമുക്കിത് നിലനിർത്തി കൊണ്ടുപോകാനും സാധിക്കും. ഇത് ചൊല്ലൽ കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കച്ചവടം, നമ്മുടെ മറ്റു എല്ലാ വിഷയത്തിൽ വലിയ ബർക്കത്തും ഐശ്വര്യം ഉണ്ടാകും. അള്ളാഹു നൽകുന്ന സമ്പത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ഒരുപാട് ആളുകൾ പലവിധ പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ദ്വാരക്കാൻ വസിയത്ത് ചെയ്തവരൊക്കെ ഉണ്ട്. ഓരോരുത്തരും ഓരോ പ്രയാസങ്ങളാണ്. തീർച്ചയായും പ്രയാസങ്ങൾ വരുന്ന സമയത്തൊക്കെ നാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അള്ളാഹു ആ പ്രയാസങ്ങളിൽ നിന്നിട്ട് നമുക്കൊരു രക്ഷ, ഒരു കാവൽ തീർച്ചയായും ഉണ്ടാകും. അത്ര നാം ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് ചില ആളുകൾ കടം വീടാൻ വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യുന്നവരുണ്ട്. ഈ കാര്യം ഇൻഷാ അല്ലാഹ് നാം പതിവാക്കി നിങ്ങളെ കടം അള്ളാഹു വീട്ടിത്തരും. അതുപോലെ വാപ്പാക്ക് ക്യാൻസറാണ്, ദുആ ചെയ്യണമെന്ന് പറയുന്നുണ്ടാവും. ഇത് 7 വട്ടം ചൊല്ലി വെള്ളത്തിൽ ഊതി കൊടുത്താൽ തീർച്ചയായും രോഗങ്ങൾ മാറിക്കിട്ടും. അതുപോലെ നല്ല ജോലി മക്കൾക്ക് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. തീർച്ചയായും മക്കൾക്ക് ഇത് ഓതാൻ അവരോട് പറയുക. അവർക്കും നല്ല ജോലി കിട്ടും. അതുപോലെ കുട്ടികൾ നല്ല നിലക്ക് പഠിക്കണം, പരീക്ഷയിലൊക്കെ നല്ല മാർക്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകാം. അവർക്കും ഇത് ഓതാവുന്നതാണ്. അവർക്ക് നല്ല ഓർമ്മശക്തി, ചിന്താശക്തിയൊക്കെ ഉണ്ടാകും. അതുപോലെ എല്ലാവിധ അസുഖങ്ങളും മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. തീർച്ചയായും അള്ളാഹു എല്ലാ അസുഖങ്ങൾക്കും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് ഒരു പരിഹാരം നൽകും. അതുപോലെ ഒരു സ്വന്തമായി ഒരു ഭവനമില്ല, ഒരു ചെറിയ ഭവനമെങ്കിൽ സ്വന്തമായി വേണം, ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. തീർച്ചയായും ഇത് ഓതി പതിവാക്കുക. അള്ളാഹു നല്ലൊരു ഭവനം അള്ളാഹു നൽകും. അതുപോലെ കുടുംബത്തിൽ നല്ല സന്തോഷമുണ്ടാകാൻ വേണ്ടി തീർച്ചയായും കുടുംബത്തിൽ അള്ളാഹു സന്തോഷം നൽകും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ചില അസ്വസ്ഥതകൾ അത് ശരിയായി കിട്ടാൻ വേണ്ടി പറയുന്നവരുണ്ട്. തീർച്ചയായും ഈ ഒരു കാര്യം ചെയ്താൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള കാര്യങ്ങൾ അള്ളാഹു ശരിയാക്കി തരും. അതുപോലെ ഭർത്താവിന് ഒരുപാട് കടങ്ങളുണ്ട് വീട്ടിൽ കിട്ടാൻ.
ഭാര്യമാർ ഓതുക, ഭർത്താവ് ഓതുക. അള്ളാഹു എല്ലാ കടങ്ങൾ അള്ളാഹു വീട്ടിത്തരട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു നീ എല്ലാവിധ കടങ്ങളെ തൊട്ട് അള്ളാഹു നീ കാക്കണേ റഹ്മാനെ. അതുപോലെ മക്കൾ പഠിക്കുന്നുണ്ട്, എല്ലാത്തിനും A+ കിട്ടണം, ഇങ്ങനെ ആഗ്രഹിക്കുന്നവർ എല്ലാത്തിനും അള്ളാഹു ഒരു പരിഹാരം കാണും. അതുപോലെ ഒരുപാട് പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളുണ്ട്, അതിനുവേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. പറയാൻ പറ്റുന്ന ചില ബുദ്ധിമുട്ട് ആരോടും പറയാൻ പറ്റാത്തവർ ഒന്നും വിഷമിക്കണ്ട. കൂടെ ആരോടും ഞാൻ ചോദിച്ചാലും അള്ളാഹു പറയുന്നു എന്നെ വിളിക്കുക ഞാൻ ഉത്തരം നൽകാമെന്ന്. അള്ളാഹുവിനെ വിളിച്ചാൽ ഉത്തരം നൽകാത്ത ഒന്നുമില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് നാം പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ വിളി അള്ളാഹു കേൾക്കും, അതിന് അള്ളാഹു ഉത്തരം നൽകും. അതുപോലെ എൻ്റെ ഭർത്താവിന് ക്യാൻസറാണ്, വീടില്ല, കടമുണ്ട്, അങ്ങനെ പലരും ഒരുപാട് സങ്കടങ്ങൾ, പ്രയാസങ്ങളെന്ന് പറഞ്ഞാൽ വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാവിധ രോഗങ്ങളെ തൊട്ട് നമ്മെ, നമ്മുടെ കുടുംബങ്ങൾ അള്ളാഹു എല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. അതുപോലെ പല വിധത്തിൽ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ വന്ന് ദ്വാരക്കാൻ പറയുമ്പോൾ വലിയ വേദന തോന്നുന്നുണ്ട്. കാരണം അവരുടെ അസുഖമെന്ന് പറഞ്ഞാൽ ഭർത്താവിനും അസുഖം, മക്കൾക്കും അസുഖം, അതുപോലെ പറയുന്ന ഭാര്യയ്ക്കും അസുഖം, അങ്ങനെ ഒരു ഭാഗത്ത് കടങ്ങൾ, അതുപോലെ ഒരു ഭാഗത്ത് വീടില്ല, വാടക വീട്ടിലാണ് കഴിയുന്നത്. അങ്ങനെ എൻ്റെ ഉമ്മാക്കും ക്യാൻസർ, എൻ്റെ ഭർത്താവിനും ജോലിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ എത്ര കുടുംബങ്ങളാണ്. എൻ്റെ മോന് നല്ല ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് മോന് പോയിട്ട് ജോലിയില്ലാതെ വല്ലാത്ത പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഇത് ഒരു പരിഹാരമാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാ രോഗങ്ങളെ തൊട്ട് നമ്മെ കാക്കട്ടെ. കടങ്ങൾ അള്ളാഹുത്തിനും പെട്ടെന്ന് അള്ളാഹു വീട്ടിത്തരട്ടെ. ഇപ്പോൾ 7 വട്ടം നമുക്ക് ഇൻഷാ അള്ളാഹ് ഇത് അതുപോലെ കിട്ടാനുള്ള പൈസ കിട്ടുന്നില്ല ഉസ്താദെ, അതിനെന്താ വഴി എന്ന് ചോദിക്കുന്നവരുണ്ട്. കടം വാങ്ങുമ്പോൾ നല്ല നിരക്ക് കടം വാങ്ങും, പിന്നെ ചോദിക്കുമ്പോൾ പിന്നെ പിണക്കമായി. കടം കൊടുത്തില്ലെങ്കിലും പിണക്കം, കടം കൊടുത്താലും പിണക്കം, അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട്. തീർച്ചയായും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല കടം വാങ്ങിയവർക്ക് തിരിച്ചു തരാനും ഒരാളോടും കടം ചോദിക്കാതെ കണ്ട് നല്ലൊരു ജീവിതം കിട്ടാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് പറയുകയാണ്, ഇത്തരത്തിലുള്ള അറിവുകൾ എല്ലാവരിലേക്ക് എത്തണം. എല്ലാവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ മാറിക്കിട്ടണം. അപ്പോൾ മറ്റുള്ളവരിലേക്ക് എത്താനും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയിൽ 7 വട്ടം പറയേണ്ട ഈ ദിക്ർ തീർച്ചയായും നമ്മുടെ വീഡിയോ ഞങ്ങൾ ലൈക്ക് ചെയ്തതിന് ശേഷം പരിപൂർണമായി കാണുക. വലിയ ഫലം ഉറപ്പായി ഉണ്ടാകും. കാരണം ഇത് കാരണം ഇത് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഖിളർ നബി അലൈഹിസ്സലാമാണ്. ഖിളർ നബി അലൈഹിസ്സലാം ഇബ്രാഹിം തീവക്ക് പഠിപ്പിച്ചു കൊടുത്ത സംഭവമുണ്ട്. അങ്ങനെ അദ്ദേഹം പതിവാക്കുകയും അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്വപ്നങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വർഗത്തിലുള്ള സ്ഥലം ഒക്കെ കണ്ട് നല്ല നിലക്ക് മരണപ്പെട്ട സംഭവം ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ ബ്രെയിൻ ട്യൂമറാണ് ഉസ്താദ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹ് നീ കാക്കണേ റഹ്മാൻ. വല്ലാത്ത വേദനയാണ്, വേദന കൊണ്ട് സഹിക്കാൻ കഴിയാത്ത എത്ര സഹോദരങ്ങൾ മനസ്സിന് റാഹത്തില്ല ഉസ്താദെ, ദുആ ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. അല്ലാഹ് മനസ്സിന് നല്ല റാഹത്ത് നൽകണേ അല്ലാഹുവേ, മനപ്രയാസങ്ങളെ തൊട്ട് കാക്കണം. അപ്പോൾ ഇത് നാം പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായും മനപ്രയാസങ്ങൾ, മകൾ ഗർഭിണിയാണ്, നല്ലൊരു കുഞ്ഞ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നല്ല സ്വാലിഹായ കുഞ്ഞിന് അള്ളാഹു നൽകട്ടെ. തന്ന മക്കൾ അള്ളാഹു സ്വാലിഹീങ്ങളും അള്ളാഹു ഉഖ്റവിങ്ങളാക്കട്ടെ. മക്കളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, ഒന്ന് ദുആ ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും നല്ല മക്കളെ നൽകട്ടെ. തന്ന മക്കൾ അള്ളാഹു വലിയ ഖൈറും ബർക്കത്തും അള്ളാഹു റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാത്തിനും ഇതൊരു പരിഹാരമാണ്. കാരണം ഇത് നമുക്ക് 2 ലോകത്തും വിജയിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം കൂടിയായതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഇൻഷാ അള്ളാഹ് നമുക്ക് ഇന്ന് തന്നെ തുടക്കം കുറിക്കുക. ഇന്ന് അല്ലെങ്കിൽ നാളെ മുതൽ സുബ്ഹി നിസ്കരിച്ച ഉടനെ അതേ സ്ഥലത്ത് നാം ഇരുന്നു കൊണ്ട് നാം പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല
നമുക്കത് നല്ലൊരു പരിഹാരം ഉണ്ടാക്കും. അതുപോലെ ചില ആളുകൾ രോഗത്തിൻ്റെ ടെസ്റ്റിനൊക്കെ കൊടുത്തിട്ട് ഒരു കുഴപ്പവുമില്ലാതെ നല്ലൊരു റിപ്പോർട്ട് വരാൻ ഇങ്ങനെ കാത്തു നിൽക്കുന്നവരുണ്ടാവും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നാം ചെറിയ ചെറിയ വേദനയാണ്, തലവേദനയാണ്, വേറെ വേദനയാണ് എന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ റിപ്പോർട്ടിൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ തന്നെ വല്ലാത്ത വേദനിപ്പിക്കുന്ന കണ്ണീരിലാഴ്ത്തുന്ന റിപ്പോർട്ടുകളാണ് ആശുപത്രിയിൽ നിന്ന് കേട്ട് അന്തം വിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ വീടിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്, അതൊന്ന് പൂർത്തിയായി കിട്ടാൻ വളരെ ആവേശത്തിൽ തുടങ്ങി പിന്നെ അത് പകുതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഇതും ഒരു പരിഹാരമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാവിധ പ്രയാസങ്ങൾ തൊട്ട് നമ്മുടെ കുടുംബങ്ങൾ അല്ലാഹു കാക്കട്ടെ. മരണം വരെ നല്ലൊരു ജീവിതം അല്ലാഹു നൽകട്ടെ. കടങ്ങളില്ലാതെ ഉള്ള കടങ്ങളെല്ലാം തീർത്ത് നല്ല സന്തോഷകരമായ ജീവിതമൊക്കെ അല്ലാഹു നമുക്ക് നൽകും. നാം ഇതൊന്ന് പതിവാക്കാൻ നാം ഏറ്റെടുക്കുക. അല്ലാഹുവിനെ ഗ്രഹിക്കട്ടെ. അപ്പം നാം എന്താണ് ചെയ്യേണ്ടത്, എന്ത് കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് വിശാലമായി നാം ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, സുബ്ഹ് നിസ്കാരം ഖളാക്കാതെ തന്നെ നിസ്കരിക്കുക. ഇല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല. നാം ആദ്യം ചെയ്യേണ്ടത് ഒന്ന് എഴുതി വെക്കുക. ഒരു പേന ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. അതായത് സൂറത്തുൽ ഫാത്തിഹ 7 തവണ ഓതുക. 9 കാര്യങ്ങൾ 7 തവണ ചെയ്താൽ മതി. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ 7 തവണ മതി. സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ സാധാരണ നാം ഓതൽ എന്താണ്? ഇഖ്ലാസ്, ഖുൽ ഔദു ബിറബ്ബിൽ ഫലക്ക്, ഖുൽ ഔദു ബിറബ്ബിൻ നാസ്, ഈ 3 സൂറത്തുകളും 7 തവണ ഓതുക. പിന്നെ നാം സൂറത്തുൽ കാഫിറൂൻ 7 തവണ ഓതുക. അതുപോലെ ആയത്തുൽ കുർസി 7 തവണ ഓതുക. അപ്പോൾ എത്ര കാര്യങ്ങളായി? സൂറത്തുൽ ഫാത്തിഹ 1, ഇഖ്ലാസ് 2, ഫലക്ക് 3, നാസ് 4, കാഫിറൂൻ 5, ആയത്തുൽ കുർസി 6. അപ്പോൾ ഈ 6 കാര്യങ്ങളെല്ലാം ഓരോന്നായി 7 തവണ ഓതുക. അപ്പോൾ 8ാമത്തെ ഒരു കാര്യം എന്നുള്ളത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 7 തവണ ചൊല്ലുക. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കും അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്കും മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ദുആ ഇങ്ങനെയാണ്. ദുആ ചെയ്യുന്നതിന് മുമ്പ് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. നബിയുടെയും കുടുംബത്തിന് മേലെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന് നമുക്ക് 7 തവണ ചൊല്ലണം. എന്നിട്ട് നമുക്കും അതുപോലെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹുമ്മ ഗ്ഫിർ ലീ വലിവാലിദയ്യ വൽമുഅ്മിനീന വൽമുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലീ വലിവാലിദയ്യ വൽമുഅ്മിനീന വൽമുഅ്മിനാത്ത് എന്നുള്ള ദുആ 7 തവണ. ഇത് ഇൻഷാ അല്ലാഹ് ഒന്ന് പതിവാക്കി നോക്ക്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല തീർച്ചയായി നാം നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ പോലും നടന്നു കിട്ടും. അതുപോലെ സാമ്പത്തികമായ അഭിവൃദ്ധി, അതുപോലെ രോഗങ്ങൾ മാറിക്കിട്ടും, കച്ചവടം, ജോലി എല്ലാം ബർക്കത്തുണ്ടാകാൻ ഉതകുന്നതാണ്. ഇത് ഖിദ്ർ നബി അലൈഹിസ്സലാം മുത്താ നബി അലൈഹിസ്സലാം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ഖിദ്ർ നബി മറ്റൊരു മഹാപണ്ഡിതനെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക. അദ്ദേഹം ഈ ദിക്ർ കൊണ്ട് നാളെ മരണപ്പെട്ട ഖബറിൻ്റെ ജീവിതം സന്തോഷകരമാകുന്നത് സ്വപ്നത്തിൽ കണ്ട ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നല്ല നിലയ്ക്ക് അമൽ നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.